ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ബേബി ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു 4 മുതൽ 5 വയസ്സ് വരെയുള്ള ബേബി ഗേളിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ അളവുകളും പറയുന്നത്. നമ്മൾ 2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. സ്വന്തമായിട്ട് ഏതൊരാൾക്കും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറയുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ ആദ്യമേ ഇതുപോലെ ഒരു ചെറിയ പീസ് ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ യോക്കായിട്ടുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 4ആയിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്നിട്ട് ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ട അളവാണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു 4 മുതൽ 5 വയസ്സ് വരെയുള്ള ബേബിയുടെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 5.5 വയസ്സ് വരെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു അളവുള്ളവർക്ക് യൂസ് ചെയ്യാവേ. നമ്മളിപ്പോൾ ഒരു 10.5 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ അളവ് ഏതാണോ വേണ്ടത് അത് കൊടുത്തോണേ. ആ 5 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിനും കൊടുക്കുന്നത്. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 6.5 ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുക്കുന്നത്. അത് കുട്ടികളായതുകൊണ്ട് തന്നെ ചിലവർക്ക് വണ്ണം കാണും, ചിലർക്ക് വണ്ണം കാണത്തില്ല. അത് ഓരോരുത്തരും അവനവൻ്റെ അളവ് കൊടുത്തോണം. നമ്മളിപ്പോൾ ഒരു 6.5 ഇഞ്ച് കൊടുത്തു, 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മൾ അതേ സെയിം അളവാണ് നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്തും കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊന്നും ഷേപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ അഥവാ ഷേപ്പ് ചെയ്യണേ പോലെ സ്റ്റിച്ചിങ്ങിൽ വരുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്തേച്ചാൽ മതിയേ. അപ്പം നമ്മൾ ആ സെയിം അളവ് തന്നെ ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു ഡൗൺ വേർഡിന് ഒരു 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആം ഹോൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ളത് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പ മെത്തേഡാണിത്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ അങ്ങ് കൊടുത്തേച്ചാൽ മതിയേ. നമ്മളിതിവിടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു 2.5 ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിട്ട് കൊടുക്കുന്നത്. 2 ഇഞ്ച് കൊടുത്താലും മതി. നമ്മളിപ്പം 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4.5 ഇഞ്ച് നമ്മൾ നെക്കിന് ലെങ്തും കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിനാണ് നമ്മൾ 4.5 ഇഞ്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു വി നെക്കാണ് കൊടുക്കുന്നത്. അതിങ്ങനെ വരച്ച് കൊടുക്കുന്നു. കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു കറക്റ്റ് സെൻറ്ററിലേക്ക് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ നമ്മളൊന്ന് ചെരിച്ച് വരുന്ന രീതിയിൽ കൊടുക്കണേ. എങ്കിലാണ് നല്ലൊരു വി നമുക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വലിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ അത്രയ്ക്കും ഭംഗി വരത്തില്ല. ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് വരച്ചും കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രോക്ക് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പം ആ സൈഡ് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഫ്രോക്കിന് നല്ല നീറ്റായി കിട്ടുന്നത്. അല്ലെങ്കിൽ ആ സൈഡ് അങ്ങ് തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നും. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. നെക്ക് മാത്രം നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ ഒരുമിച്ചിട്ടാണ് ഇപ്പം കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല. ഇതിനെ അങ്ങ് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിവർത്തി കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടെങ്കിൽ അങ്ങ് കട്ടൊക്കെ ചെയ്ത് കൊടുത്തോണേ. എന്നിട്ട് നമ്മൾ ഈ ഒരു വശത്ത് മാർക്ക് എങ്ങനെയാണോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേ സെയിം അളവ് വരാൻ വേണ്ടി നമ്മളിതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പം വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടായിരിക്കണം. നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനിൽ നമുക്ക് ഈ സെയിം അളവ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ അങ്ങനെയല്ല, ഒരു റൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അതിന് ഒരുപാട് ലെങ്തൊന്നും നമ്മൾ കൊടുക്കുന്നുമില്ല. ബാക്ക് പോർഷനിൽ ഒരു സെയിം അളവ് തന്നെയാണ് വിഡ്ത്ത്. ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം അളവ് തന്നെ നമ്മൾ വിഡ്ത്തിന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലെങ്ത് നമുക്ക് വേണ്ടത് ഒരു 2.5-3 ഇഞ്ചോളോ 2.5-3 ഇഞ്ചോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. 3 ഇഞ്ച് ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒന്ന് ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് നമ്മൾ റൗണ്ട് കൊടുക്കുകയാണ്. നമുക്ക് ആ ഫ്രണ്ട് പോർഷനിൽ കൊടുത്ത പോലെ തന്നെ വി വേണമെങ്കിൽ ബാക്ക് പോർഷനിലും കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മൾ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ യോക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളൊരു ഡിസൈനാണിത്. ഈ ഡിസൈൻ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. കുറച്ച് ക്ഷമയും കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്ത് നമുക്ക് സ്വന്തമായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാവേ. നല്ല രസമുണ്ട്. നമ്മൾ മെത്തയിലൊക്കെ പിടിക്കുന്ന പോലത്തെ
ഒരു ഫീലാണ് ഇതിൻ്റെ ആ ബാക്ക് പോർഷനിൽ പിടിക്കുമ്പോഴേ. അപ്പോൾ നല്ല ഭംഗിക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആ താഴേക്ക് അതിൻ്റെ ആ ഡിസൈൻ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല വശത്തിലേക്ക് നമ്മൾ ആ ലൈനിങ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പിൻ കുത്തി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതൊരു ചെറിയ പീസ് ആയതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് എങ്ങും പിൻ കുത്തിയിട്ടില്ല. നല്ല നീറ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒന്ന് പിന്നൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടുമേ. നമ്മളിപ്പോൾ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരല്പം തയ്യൽ തുമ്പ് നീട്ടിയിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വി ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ കോർണറൊക്കെ നമ്മൾ നല്ലോണം ഷാർപ്പ് ചെയ്ത് നമ്മുടെ ത്രെഡിലോട്ട് കട്ട് വീഴുകയും ചെയ്യരുത്. ആ രീതിയിൽ നല്ല നീറ്റായിട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം നമ്മളിതുപോലെ നല്ല നീറ്റായിട്ടാണ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമുക്കത് തിരിച്ചെടുക്കുമ്പം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഷാർപ്പായിട്ട് കോർണർ വരുന്നിടത്ത് നമ്മൾ സൂചി കുത്തി തിരിച്ച് കൊടുത്ത് എടുക്കണം. എങ്കിൽ മാത്രമേ വീനെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അകത്തേക്കാക്കി നമ്മൾ നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ആ ലൈനിങ് ക്ലോത്താണ് നമ്മളുടെ കറക്റ്റ് അളവ്. അപ്പോൾ ആ ലൈനിങ് ക്ലോത്തിൻ്റെ സൈഡ് വഴിയാണ് നമ്മൾ ഈ മെയിൻ ക്ലോത്തിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ബാലൻസ് നിൽക്കുന്നതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയണേ. അപ്പം നമുക്ക് ആ കറക്റ്റ് അളവ് നമ്മളുടെ ലൈനിങ് ക്ലോത്താണ്. അതിലേക്ക് നമ്മളുടെ ഈ മെയിൻ ക്ലോത്തും ഇതുപോലെ വളരെ നീറ്റായിട്ട് നല്ല വൃത്തിക്ക് നമുക്കിങ്ങനെ കിട്ടുവേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡും കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ ഡിസൈൻ ബാക്ക് പോർഷനിൽ കൊടുത്തിട്ടില്ല. ഇവിടെയും നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് നമ്മുടെ കറക്റ്റ് അളവായിട്ടുള്ള ലൈനിങ് ക്ലോത്തിൻ്റെ വെച്ച് കൊടുക്കുക. നല്ല വശത്തിലേക്കാണ് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാലൻസ് നമ്മൾ ഒരല്പം നിർത്തി ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെയും നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ത്രെഡിൽ കട്ട് വീഴാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് വെച്ച് നമ്മൾ ആ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുവേ. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഉണക്ക് കൈകൊണ്ട് നല്ല വൃത്തിയാക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്കായിരിക്കണം. നമ്മൾ ഒട്ടും ചുളുക്കമൊന്നും വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ബാലൻസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തതുപോലെ തന്നെയാണ് ബാക്ക് പോർഷനും ഇതുപോലെ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. കറക്റ്റായിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ സാരി ബ്ലൗസിലൊക്കെ വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ സ്ട്രിപ്പും ഹുക്കിനും ഹോളിനും ഉള്ളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള സ്ട്രിപ്പ് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് ഇത്. ഇനി ബട്ടനാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവേ. എന്താണെങ്കിലും നമ്മളിതുപോലെ സ്ട്രിപ്പ് ആദ്യമേ ഒന്ന് നല്ല വശത്തിലേക്ക് നല്ല വശം വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സാരി ബ്ലൗസിനൊക്കെ കൊടുക്കുന്ന അതേ മെത്തേഡാണ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ അധികം എവിടെ തയ്യൽ തുമ്പൊന്നും ഇടാത്തത് കൊണ്ട് ഏറ്റവും കുറച്ചുള്ള തയ്യൽ തുമ്പ് ആ സൈഡിൽ കൊടുത്താൽ മതിയേ. അപ്പം നമ്മുടെ കഴുത്തൊട്ട് ഒട്ടും ചുരുങ്ങി പോകത്തുമില്ല. ഒരു സൈഡിൽ എത്രയാണോ വിട്ട് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കണം നമ്മൾ അടുത്ത പീസ് വെച്ച് കൊടുക്കുമ്പോഴും കൊടുക്കേണ്ടത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ഭാഗം ബാലൻസൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് ഇങ്ങനെ അകത്തേക്ക് നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാരി ബ്ലൗസിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന അതേ മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ
യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനിയിപ്പം നമ്മൾ ഹോള് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. അത് നമ്മൾ ലൈനിങ് ഒന്നും വെക്കുന്നില്ല. നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ രണ്ടായിട്ട് അങ്ങ് മടക്കിയതിന് ശേഷം നമ്മളുടെ റോങ് സൈഡിലേക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ലൈനിങ് ഒന്നും വെക്കുന്നില്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് തന്നെ എടുത്തതിന് ശേഷം അതിനെ അങ്ങ് മടക്കി കൊടുത്താലും മതിയേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല വശത്തിലേക്ക് ഇപ്പോൾ ഇതിങ്ങനെ തിരിച്ച് എടുക്കുന്നു. എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് നമ്മളിതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് അങ്ങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഈ മെഷീനിൽ സ്റ്റിച്ച് ഇട്ട് ഹോളിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ഈ കൈ കൊണ്ട് ഹോളിട്ട് കൊടുക്കുമല്ലോ ത്രെഡ് കൊണ്ട്, ആ രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല സാരി ബ്ലൗസിന് കൊടുക്കുന്നത് പോലെ ഹോളിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡ് ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ത്രെഡ് കൊണ്ടാണ് ഹോളിട്ട് കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ നെക്കിൻ്റെ ഭാഗം എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത് കറക്റ്റായിട്ടാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഇത് എല്ലായിടവും നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം കറക്റ്റാണോ നോക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗത്തൊന്ന് രണ്ടും കൂടെ കൂട്ടി അറ്റാച്ച് ചെയ്ത് ഓവർലാപ്പ് പോലെ വെച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ നമ്മൾ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ അങ്ങ് 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് ഷോൾഡറും നമ്മൾ ഇതേ മെത്തേഡിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് ക്രോസ് കട്ട് ചെയ്തതിന് ശേഷം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗങ്ങൾ ആ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇപ്പം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ക്രോസ് കട്ട് അങ്ങ് വെച്ച് കൊടുത്ത് മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടം ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ 2 മീറ്റർ ക്ലോത്താണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയെ നമ്മളിങ്ങനെ മടക്കി ഇട്ടുമ്പോൾ നമുക്ക് ഒരു സൈഡിലൊരു 32-33 ഇഞ്ചോളം കിട്ടുവേ. അതുപോലെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നതും നമുക്ക് ആവശ്യത്തിന് എടുക്കാവേ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 23 ഇഞ്ചോളമാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഈ സെയിം അളവിൽ തന്നെ നമ്മൾ ലൈനിങ് എടുക്കുന്നുണ്ട്. ലെങ്ത് മാത്രം ഒരു 4 ഇഞ്ചോളം കുറച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ലൈനിങ്ങോടെ നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണ്. ഫ്രണ്ട് പോർഷനിലും ഇതേ സെയിം അളവിലാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ബാക്ക് പോർഷനിലും സെയിം അളവിലാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ളത് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്നു. അടുത്ത പീസും ഇത് തന്നെയാണ്. ഇതേ സെയിം അളവാണ് നമ്മൾ എല്ലാത്തിനും എടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ട്. അത് നമ്മൾ മുന്നോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറയാവേ. ഇതിപ്പം നമ്മൾ ഇതുപോലെ സെയിം അളവാണ് ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലുമായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യമേ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മെയിൻ പോർഷൻ ഇതുപോലെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനിയാണ് നമ്മൾ ഒരു ഡിഫറൻസ് ഫ്രണ്ട് പോർഷനിൽ വരുത്തുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പീസ് ക്ലോത്ത് സെയിം വിഡ്ത്ത് ആയിരിക്കണം. ലെങ്ത് മാത്രം നമ്മുടെ ആ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു 5-6 ഇഞ്ച് കുറച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഒരു ഡിഫറൻസ്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇങ്ങനെയാണ് വരുത്തുന്നത്. അപ്പം ഇതൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ 3 നമ്മളുടെ ഈ പീസസ് കൂടെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വിഡ്ത്ത് നമ്മൾ സെയിം അളവാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് നമ്മൾ രണ്ടാമത് വെച്ച് കൊടുത്തിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നതിന് ലെങ്തിൽ മാത്രം നമ്മൾ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒരു 5-6 ഇഞ്ച് കുറച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ എല്ലാം കൂടെ പിടിച്ച് ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേ വിഡ്ത്തിൽ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിഡ്ത്ത് കൂട്ടിയോ കുറച്ചോ ഒക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. നമ്മൾ കൊടുക്കുന്നത് ഏത് വിഡ്ത്താണെങ്കിലും ആ വിഡ്ത്ത് സെയിം ആയിട്ട് ഓൾ പീസസിലും ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ഒരേ വിഡ്ത്തിലായിരിക്കണം എന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ആ ഒരു കാര്യം മാത്രമാണ് നമ്മളിവിടെ ഇപ്പം ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ എല്ലാ 3 പീസസ് കൂടെ അങ്ങ് പിടിച്ച് കൊടുത്താണ് നമ്മളിതുപോലെ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും. ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ഡിഫറൻസ്. നമ്മുടെ 3 പീസസാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ആദ്യമേ ലൈനിങ്, അതിനുശേഷം ലെങ്തി ആയിട്ടുള്ള നമ്മളുടെ കട്ട് ചെയ്ത പീസ്, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ആദ്യത്തെ നമ്മുടെ മെയിൻ രണ്ടാമത് വെച്ച് കൊടുത്തിരിക്കുന്നതിനെക്കാട്ടിലും ഒരല്പവും കൂടെ, ഒരല്പം എന്ന് പറഞ്ഞാൽ ഒരു 5 ഇഞ്ച് 6 ഇഞ്ചോളം ലെങ്ത് കുറഞ്ഞ പീസാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. വിഡ്ത്ത് എല്ലാത്തിനും സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാകും എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പം ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷമാണ് കുറച്ച് ക്ലോത്ത് മിച്ചം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഐഡിയ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചുരുക്കിട്ട് കൊടുത്തപ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നിയത്. അപ്പം അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ചുരുക്കിട്ട് ഒരേ വിഡ്ത്തിൽ കൊടുക്കണേ. നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ അത് വിഡ്ത്ത് വ്യത്യാസപ്പെടാൻ പാടില്ല. വ്യത്യാസപ്പെട്ട് പോയാൽ നമുക്കതൊരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റാണ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് മറ്റൊരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ പോലും നല്ല നീറ്റ്നെസ് ആയിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ചുരുക്കിട്ട് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ബാക്ക് പോർഷനിൽ ആ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്ന പീസസ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കെല്ലാം ഒരുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തു നമ്മളുടെ യോക്കും അതുപോലെ തന്നെ ബോട്ടം ഭാഗവും കൂടെ ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് എല്ലാ സ്റ്റിച്ചും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പോർഷനിൽ ഇതുപോലെ തന്നെ ആദ്യമേ മെയിൻ പോർഷൻ ഇട്ട് കൊടുത്തു, എന്നിട്ട് ലൈനിങ് അതിങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ആദ്യമേ ലൈനിങ്, പിന്നെ നമ്മളുടെ ആ ലെങ്ത് കൂടിയത്, അതിനുശേഷം ലെങ്ത് കുറഞ്ഞത്, ആ രീതിയിലാണ്. നമ്മുടെ ബാക്ക് പോർഷനിലെല്ലാം നമ്മൾ ഹുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ കിട്ടിയിട്ടുമുണ്ട്. നല്ല വൃത്തിക്കാണ് നമുക്ക് ഈ ഒരു ഭാഗമെല്ലാം ഇപ്പം ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പം ഇത് കണ്ടോ, ഇത്രയുമാണ് നമ്മൾ ആ ലെങ്ത് കുറഞ്ഞുള്ള പീസ്. വിഡ്ത്തെല്ലാം കറക്റ്റായിട്ടാണ്, പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ടാണ്, ലെങ്ത് മാത്രമേ ഉള്ളൂ കുറവ്. അപ്പോൾ ഇതിങ്ങനെ വേണേലും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ അതിനൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നതിനെ മാത്രം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും ഒരു പ്രത്യേക അളവൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതിയേ. നമ്മളിങ്ങനെ ഒന്ന് ചെരിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും ടോപ്പിൽ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ആ പീസിൽ മാത്രമേ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളേ. ആ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്തിടമൊക്കെ നമ്മളിനി 2 ടൈംസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ. സൈഡുകളും നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തും എല്ലാം ചെയ്ത് കൊടുത്തോണേ. ഇനി നമ്മൾ ഇതിന് ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ബാക്ക് പോർഷനിൽ കെട്ടാനായിട്ട്. അതിനായിട്ട് നമ്മളൊരു 5 ഇഞ്ചോ 6 ഇഞ്ചോ ഒക്കെ വിഡ്ത്ത് എടുക്കാവേ. അതിന് ശേഷം 2 പീസസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിനെ കറക്റ്റ് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു കോർണറിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് പ്രത്യേക അളവൊന്നുമില്ലേ, നമുക്ക് എത്രയാണോ ഇതുപോലെ ഒരു കോൺ കിട്ടാൻ വേണ്ടി അങ്ങ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം 2 പീസസ്സായിട്ട് നമുക്കിപ്പം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളിങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാനായിട്ടുള്ള വള്ളി റെഡിയായി കിട്ടുക. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഭാഗവും നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ ലെയർ ഇട്ട് കൊടുത്തതും എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഭാഗം എല്ലാം നമ്മളിതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അകത്ത് ലൈനിങ് ഉണ്ട്. നല്ല നീറ്റായിട്ടാണ് നമുക്ക് ഇതെല്ലാം ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി സൈഡിൽ നമ്മൾ ഈ വള്ളിയും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഈ യോക്കിൻ്റെ ഭാഗം എല്ലാം വളരെ നീറ്റായിട്ട് നമുക്കിതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ അതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് ചുരിദാറിലൊക്കെ ചെയ്തെടുക്കാവേ. ബാക്ക് പോർഷനും വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം ഹുക്കും ത്രെഡ് കൊണ്ട് തന്നെ ഹോളും ഇട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഹുക്കാണ് നമ്മളിവിടെ
വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഈ ഒരു ഭാഗമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ബാക്ക് പോർഷനിൽ നമുക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ നമുക്ക് കെട്ടിക്കൊടുക്കുകയും ചെയ്യാവേ. അപ്പം നല്ല രസമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതെല്ലാം നമുക്ക് 2 മീറ്റർ ക്ലോത്താണ് ഇതിനെല്ലാത്തിനും കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ലൈനിങ് ക്ലോത്തും നമ്മൾ ആ 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബീഡ്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് തന്നെ ഞാൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നില്ല. നമുക്ക് ലേസ് കൊടുക്കാവേ. ലേസ് നമുക്ക് ഇതുപോലെ 1 മീറ്ററേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷനിൽ മാത്രമായിട്ട് ഇങ്ങനെ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ കയ്യിലുള്ള ലേസിൻ്റെ അളവ് പോലെയാണ് നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ കയ്യിൽ അളവ് കുറവായതുകൊണ്ട് തന്നെ നമ്മളിതിനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ പീസസിനെയും നമ്മളിങ്ങനെ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഈ ഭാഗങ്ങളിലെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് നല്ല നീറ്റായിട്ടുള്ളൊരു ബേബി ഫ്രോക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് 4 വയസ്സ് മുതൽ 5.5 വയസ്സ് വരെ, ഇനി 6 വയസ്സ് വരെയുള്ള ബേബിക്ക് വരെ വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.